ഹലോ, ഇന്നാണെങ്കിൽ ഒരു കുട്ടി വ്ളോഗാണ്. ഇപ്പോൾ ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓപ്പറേഷന് മുമ്പാണ് ഞാൻ ഹെയർ ഒന്ന് കട്ട് ചെയ്തത്. കാരണം ഓപ്പറേഷൻ ടൈമിലാകുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ, എനിക്കൊരു തടസ്സമാവല്ലോ എന്ന് വിചാരിച്ചു ഞാൻ കട്ട് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതിനുശേഷം എൻ്റെ മുടിയാണെങ്കിൽ പെട്ടെന്നാണ് വളരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ മുടി ഒന്ന് ഫ്രണ്ടിലോട്ടൊക്കെ മുറിച്ച് നമ്മൾ കോപ്രായൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കാൻ വേണ്ടി ഞാൻ പോയതെന്ന് വെച്ചാൽ അമീസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ആൻഡ് യൂണിസെക്സ് സലൂണിലോട്ടാണ് പോയത്. അവിടുത്തെ എല്ലാവരും ഭയങ്കര കസ്റ്റമർ സർവീസാണ്, കാരണം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവനും ഒന്ന് മുടി ഒന്ന് കട്ട് ചെയ്യണം, അതുപോലെ തന്നെ താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ഹെയർ വാഷൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് പറയുന്നുണ്ട്, ചേച്ചി കുറേ നേരം ഒന്ന് ഇരുന്ന് എനിക്കൊന്ന് ഹെയർ വാഷ് ഒന്ന് ചെയ്തു തരണം, കാരണം ഞാൻ ഓപ്പറേഷന് ശേഷവും നല്ലപോലെ ഒന്നും കഴുകിയിട്ടില്ല, കഷ്ടപ്പെട്ട് കഴുകിയിട്ടില്ല. അപ്പോൾ ചേച്ചി നല്ലപോലെ എനിക്ക് കഴുകി തന്നു. എന്നിട്ടാണ് ഈ ഹെയർ വാഷൊക്കെ ചെയ്ത്. അപ്പോഴത്തേക്ക് അവൻ്റെ സ്റ്റാർട്ട് ചെയ്തു, കാരണം എൻ്റെ കുറേ നേരം എടുത്തായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ കട്ട് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു തോളിൻ്റെ അവിടെ വരെ മതി, അതിൻ്റെ മണ്ടിക്കൊണ്ട് വേണ്ട, കാരണം ഞാൻ അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ സ്റ്റൈലും എൻ്റെ മുടിയിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചിരി മതി, കട്ട് ചെയ്താൽ മതി, കാരണം എൻ്റെ മുടി പെട്ടെന്നാണ് വളരുന്നത്. അപ്പം ഇത് ബാക്കിലും കുറച്ച് മുടി വെട്ടിയാൽ, അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഞാൻ കാണിച്ച ആ ഒരു ഫ്രണ്ടിലത്തെ കട്ടും ആ മുടി ഒന്ന് കുറയ്ക്കണമെന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഒന്ന് ലെവലാക്കണമെന്നായിരുന്നു, അതിനാണ് ഞാൻ പോയത് തന്നെ. അപ്പം അതുമല്ല, അപ്പം അവനും ആണെങ്കിൽ താടിയും അതുപോലെ തന്നെ മുടിയൊക്കെ ഒന്ന് ട്രിം ചെയ്യണമായിരുന്നു. അവനാണെങ്കിൽ അവൻ്റെ സ്റ്റൈൽ നോക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ മൊട്ടത്തലയാക്കി. ഇപ്പം ഞാൻ ആലോചിച്ച് എന്താ കാണിക്കും, പിന്നെ വിചാരിച്ചു മിലിറ്ററി സ്റ്റൈലൊക്കെ ആയിരിക്കും എന്ന്. അതേ മിലിറ്ററി സ്റ്റൈലായിട്ടൊക്കെ അവൻ താടിയും ഒക്കെ കളഞ്ഞ് ഒരു കുട്ടപ്പനായി. അപ്പോൾ ഞാനും അവരിങ്ങനെ പറയുമ്പോഴത്തേക്ക് അവരെൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി തലമുടി ഫ്രണ്ടൊന്നും മുറിക്കില്ല, അങ്ങനെ എന്തെങ്കിലും മുറിക്കാൻ തോന്നുവാണെങ്കിൽ ഇങ്ങനെ പോരെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കഷ്ടപ്പാട് അഭ്യാസങ്ങളൊന്നും കാണിക്കല്ലേ എന്ന് പറഞ്ഞു. പിന്നെ അവരെനിക്ക് മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് തന്നു. കാരണം നമ്മൾ ഈ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് അവർ തരുവാണെങ്കിലും 2-3 ദിവസമായിരിക്കും തലമുടി കഴുകാതിരുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, കാരണം അവർ ഫ്രണ്ടിലൊക്കെ കഷ്ടപ്പാടായിരുന്നു, കാരണം ലെവലാക്കാൻ ഭയങ്കര പാടായിരുന്നു. അതൊക്കെ ലെവലാക്കി. ബാക്കിലാണെങ്കിൽ അവൻ നല്ല കുട്ടപ്പനായിട്ട് മിലിറ്ററി സ്റ്റൈലിലൊക്കെ നിൽപ്പുണ്ട്. ഒരു ടാറ്റ വന്നു. അങ്ങനെ അവർക്ക് ടാറ്റയെല്ലാം പറഞ്ഞു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവിടുത്തെ സർവീസൊക്കെ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എനിക്കറിയത്തില്ല, കാരണം ഈ ഫ്രണ്ടിലത്തെ മുടി ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെയും ടാറ്റാ ബൈ.